പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാസ് പ്രസൻസിൻ്റെ +1 ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടർ സ്കെച്ചസ് സീരീസിലെ 3ാമത്തെ സെഷനാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ക്യാരക്ടർ സ്കെച്ചസ് നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ളത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി ക്യാരക്ടർ സ്കെച്ച് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആൻറ്റൺ ചെക്കോവിൻ്റെ ഗൂസ്ബെറീസ് എന്നതിലെ കഥാപാത്രങ്ങളായിട്ടുള്ള ഇവാൻ ഇവാനിച്ച്, നിക്കോള ഇവാനിച്ച്, അലിയോക്കിൻ എന്നീ കഥാപാത്രങ്ങളെക്കുറിച്ചാണ്. ഡിസ്കഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസ് എന്താണെങ്കിലും ഇത് ഉപകാരപ്രദമായതെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുള്ള രീതിയിൽ അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത്ര സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചർച്ചകളാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നിക്കോള ഇവാനിച്ചിലേക്ക് നീങ്ങാം. ജൂലൈ 2019 ചോദിച്ച ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് തെറ്റിപ്പോയ ആൻസർ എഴുതിയെടുത്ത് പഴിച്ചു പോയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. വാട്ട് സാറ്റിസ്ഫൈസ് വൺ നീഡ് സാറ്റിസ്ഫൈ ദ അതർ. ഒരാൾക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് അത് മറ്റൊരാൾക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകിക്കൊള്ളണമെന്നില്ല, സംതൃപ്തി നൽകിക്കൊള്ളണമെന്നില്ല. ദിസ് സെൻറ്റൻസ് അസ്യൂംസ് മച്ച് സിഗ്നിഫിക്കൻസ് ഇൻ ദ ഷോർട്ട് സ്റ്റോറി ഗൂസ്ബെറീസ്. ഗൂസ്ബെറീസ് എന്ന കഥയിൽ ഈ പറഞ്ഞ സെൻറ്റൻസ് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രത്യേകം അർത്ഥതലങ്ങളുണ്ട്. അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഇവാൻ ഇവാനിച്ചസ് യങ്ങർ ബ്രദർ. ഇവിടെയാണ് എല്ലാവർക്കും പഴച്ചു പോയത്. ഇവിടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിരിക്കുന്നത് ഇവാൻ ഇവാനിച്ചിൻ്റെ ക്യാരക്ടർ സ്കെച്ച് അല്ല ചോദിച്ചിരിക്കുന്നത്, പിന്നെ ഇവാൻ ഇവാനിച്ചസ് യങ്ങർ ബ്രദർ. എന്താ യങ്ങർ ബ്രദറുടെ പേര്? നിക്കോള ഇവാനിച്ച്. എന്നാൽ ക്വസ്റ്റ്യനിൽ നിക്കോള ഇവാനിച്ച് എന്നുണ്ടോ? ഇല്ല. കുട്ടികളെല്ലാം ഈ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ഇവാൻ ഇവാനിച്ചിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതി വെച്ചു. എന്ത് സംഭവിക്കും? ഒരു മാർക്കും കിട്ടില്ല. അറിയുന്ന ക്വസ്റ്റ്യനായിരിക്കാം, നിക്കോള ഇവാനിച്ചിൻ്റെ ക്യാരക്ടർ സ്കെച്ച് അറിയുന്ന ആളായിരിക്കാം, പക്ഷേ എഴുതി വെച്ചത് ഇവാൻ ഇവാനിച്ചിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആയാലും ഇത് മാർക്കും കിട്ടാനുള്ള സാധ്യത ഇല്ല. അത്തരത്തിൽ ഒരുപാട് പേർക്ക് തെറ്റിപ്പോയി ഈ പരീക്ഷയ്ക്ക്. അപ്പോൾ ഇവിടെ അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. ഇവാൻ ഇവാനിച്ചസ് യങ്ങർ ബ്രദർ ഹു ഈസ് ഫോണ്ട് ഓഫ് ദ ബിറ്റർ ആൻഡ് സോർ ഗൂസ്ബെറീസ്. ഗൂസ്ബെറീസ് നമ്മൾ നെല്ലിക്ക എന്ന് പറയില്ല, അതാണ് ഗൂസ്ബെറീസ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഈ സ്വഭാവക്കാരനായ ഇവൻ്റെ ബ്രദറിനെ കുറിച്ചിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളിവിടെ ഒരു ജനറൽ സ്വഭാവത്തിലുള്ള ഈ ഒരു ക്വസ്റ്റ്യനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു കോമൺ ഫോമിലുള്ള ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിക്കോള ഇവാനിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ചെക്കോസ് സ്റ്റോറി ഗൂസ്ബെറീസ്. ചെക്കോവിൻ്റെ ഗൂസ്ബെറീസ് എന്ന കഥയിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നിക്കോള ഇവാനിച്ച്. ഹി ഈസ് ദ യങ്ങർ ബ്രദർ ഓഫ് ദ വെറ്റിനറി സർജൻ ഇവാൻ ഇവാനിച്ച്. ഇവാൻ ഇവാനിച്ചിൻ്റെ യങ്ങർ ബ്രദറാണ് നിക്കോള ഇവാനിച്ച്. ഇവാൻ ഇവാനിച്ച് ഒരു വെറ്റിനറി സർജനാണ്. ഹി വർക്ക്ഡ് അറ്റ് ദ എക്സ്ചക്കർ കോർട്ട്. നമ്മുടെ നാട്ടിൽ ട്രഷറി എന്നൊക്കെ പറയില്ലേ, അതിനാണ് എക്സ്ചക്കർ കോർട്ട് എന്ന് പറയുന്നത്. ട്രഷറിയിലാണ് ജോലി ചെയ്തത്. എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് സെർവൻ്റാണ്. ഹി ഡ്രംഡ് ഓഫ് ഈറ്റിംഗ് ഔട്ട് ഇൻ ദ ഓപ്പൺ എയർ. അവന് സ്വപ്നം കണ്ടത് എന്തായിരുന്നു? ഓപ്പൺ സ്പേസിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. സ്ലീപ്പിംഗ് ഇൻ ദ സൺ. അപ്പോൾ പുറം വെയിൽ കൊണ്ട് കിടന്നുറങ്ങുന്നത്, ഇതൊക്കെയായിരുന്നു സ്വപ്നം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശാലമായ തോട്ടത്തിൽ ഒരു വീട് വെച്ച് അവിടെ അത്തരത്തിലൊരു അന്തരീക്ഷത്തിൽ ജീവിക്കാനാണ് അവൻ ആഗ്രഹം. പക്ഷേ ഇന്ന് അവൻ ജീവിക്കുന്നത് നഗരത്തിലാണ്. ഹി റെഡ് ബുക്സ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഓൾമനാക്സ് ഓൺലി. കൃഷിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, അതുപോലെ പഞ്ചാംഗം എന്നാണ് ഓൾമനാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഈവൻസ് മൊത്തം റെക്കോർഡ് ചെയ്യുന്ന പുസ്തകം, അല്ലെങ്കിൽ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വർഷത്തെ റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന പുസ്തകം എന്നുള്ള രീതിയിലും ഉള്ള അർത്ഥത്തിലൊക്കെയാണ് ഓൾമനാക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വായിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. ഹി റെഡ് ഓൺലി അഡ്വർടൈസ്മെൻറ്റ്സ് ഓഫ് ലാൻഡ് ടു ബി സോൾഡ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. പത്രത്തിനാണെങ്കിലോ സ്ഥലങ്ങൾ വിൽപ്പനക്കുള്ള പരസ്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ആരാണെങ്കിലും ശരി ഒരു പ്രത്യേക താല്പര്യമുള്ള ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതാണെന്ന് വീടിൻ്റെ പരസ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു വാഹനം ഉദ്ദേശിച്ചാലാണെന്ന് വെച്ചാൽ സെക്കൻഡ് വാഹനങ്ങളാണെങ്കിൽ സെക്കൻഡ് വാഹനത്തിൻ്റെ പരസ്യം, അല്ലെങ്കിൽ പുതിയൊരു കാർ വാങ്ങാൻ ഉദ്ദേശിച്ചാലാണ് ഈ കാണുന്ന കാറിൻ്റെ പരസ്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും എന്നതുപോലെയുള്ള സ്വഭാവം. ഹി ലവ്ഡ് ടു അക്വയർ എ പ്ലോട്ട് വിത്ത് എ ഫാം ഹൗസ്, റിവർ, ഗാർഡൻ വിത്ത് ഗൂസ്ബെറി ബുഷ്, മിൽ ആൻഡ് എ മിൽ പോണ്ട്. ഇത്തരം സംഭവങ്ങൾക്കാണ് അവൻ്റെ സ്വപ്നങ്ങൾ. ഒരു പീസ് ഓഫ് ലാൻഡ് വാങ്ങണം, അവിടെ എന്തൊക്കെ വേണം? ഫാം ഹൗസ് വേണം, റിവറിൻ്റെ സൈഡിലായിരിക്കണം, ഗാർഡൻ ഉണ്ടായിരിക്കണം, അതിൽ ഗൂസ്ബെറി ബുഷ് ഉണ്ടായിരിക്കണം, പിന്നെ മിൽ പോണ്ട്, മില്ലിനോട് അറ്റാച്ച് ചെയ്തിട്ടൊരു തടാകം, ഇതൊക്കെയാണ്, അല്ലെങ്കിൽ കുളം, ഇതൊക്കെയാണ് അവൻ്റെ സ്വപ്നങ്ങൾ. ഹി യൂസ്ഡ് ടു ലിവ്
ഗേർലി ഡ്രസ്ഡ് ലൈക്ക് എ ബെഗർ, ഒരു ബെഗറെ പോലെ വളരെ മോശമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് അവൻ ജീവിച്ചിരുന്നത്. ഹി നെവർ എയ്റ്റ് ഇനഫ്, ആവശ്യത്തിന് ഭക്ഷണം പോലും കഴിക്കൂല എന്ന് പറഞ്ഞാൽ പിശുക്കൻ സ്വഭാവമായിരുന്നു. ഹി ഓൾവേസ് സേവ്ഡ് ഹിസ് മണി, കിട്ടുന്ന പണമെല്ലാം സമ്പാദിച്ചു, സേവ് ചെയ്ത് വെച്ചു. ഇൻ ദ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. ഹി വാസ് ടെറിബിളി സ്റ്റിഞ്ചി, വളരെ പിശുക്കനായിരുന്നു. ഹി മാരീഡ് ആൻ എൽഡർലി അഗ്ലി വിഡോ ഓൺലി ആഫ്റ്റർ ടേണിംഗ് 40 ഇയേഴ്സ്, ഏകദേശം 40 വയസ്സായിട്ടാണ് അവൻ വിവാഹം കഴിച്ചത്. അതും ആരെ? കാണാനൊന്നും വലിയ ഭംഗിയില്ലാത്ത വിധവയായിട്ടുള്ള ഒരു സ്ത്രീയെ. ഈ കെപ്റ്റ് ഹെർ ഹാഫ് സ്റ്റാവ്ഡ്, എന്നിട്ടോ അവൾ അത്യാവശ്യം സമ്പത്തുള്ളവളായിരുന്നു. അത് കണ്ടിട്ടാണ് അവളെ കല്യാണം കഴിച്ചത്. എന്നിട്ട് കല്യാണം കഴിച്ചു കൊടുത്തിട്ടോ അവളെയും പകുതി പട്ടിണി കിട്ടും എന്നാണ് ഇവൻ കഴിക്കണ മാറ്റത്തെ ഭക്ഷണം അവൾക്കും കൊടുക്കുള്ളൂ. എന്നിട്ട് അവളുടെ സമ്പാദ്യം എന്ത് ചെയ്തു? പുട്ട് ദ മണി ഇൻ ദ ബാങ്ക് ഇൻ ഹിസ് ഓൺ നെയിം, ഇവൻ്റെ തന്നെ പേരിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവളുടെ പണമൊക്കെ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ആഫ്റ്റർ ഹിസ് വൈഫ്സ് ഡെത്ത് ഹി പർച്ചേസ്ഡ് 300 acres ഓഫ് ലാൻഡ് വിത്ത് എ ഫാം ഹൗസ്, ഒരു ഫാം ഹൗസോട് കൂടി 300 ഏക്കർ ഭൂമി അദ്ദേഹം വാങ്ങിച്ചു. ഹിസ് ഡ്രീം ഹാസ് ബീൻ ഫുൾഫിൽഡ്, തൻ്റെ സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു. ആൻഡ് സോ ഹി ലീവ്സ് എ കണ്ടന്റഡ് ലൈഫ്, അവിടെ പോയി സംതൃപ്തമായൊരു ജീവിതം നയിക്കുന്നു. ഹീ നൗ ലുക്സ് ഓൾഡ് സ്റ്റൗട്ട് ആൻഡ് ഫ്ലാബി, ഇപ്പോൾ കണ്ടാൽ വളരെ വയസ്സനായി ആകെ ഫ്ലഷി ആയിട്ടുള്ള തടിച്ച് കൊഴുത്ത ശരീരത്തിനുടമയായിട്ടുള്ളൊരു വ്യക്തി. സ്റ്റൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിച്ച് കൊഴുത്ത ആകെ ഫാറ്റി ആയിട്ടുള്ള ശരീരം, അതുപോലെ ഫ്ലാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തടിച്ച് കൊഴുത്ത അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്ന പ്രകൃതം. അടുത്തതായി നമുക്ക് ഇവാൻ ഇവാനിച്ചിനെ പരിചയപ്പെടാം. ഇവാൻ ഇവാനിച്ച് ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഗൂസ്ബറീസ് ബൈ ആനന്ദ് ചെക്കോ. ആനന്ദ് ചെക്കോവിൻ്റെ ഗൂസ്ബറീസ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഇവാൻ ഇവാനിച്ച്. ഹീ ഈസ് എ വെറ്റിനറി സർജൻ, ബൈ പ്രൊഫഷൻ ഇദ്ദേഹം വെറ്റിനറി സർജനാണ്. ഹി ടോൾഡ് ഹിസ് യങ്ങർ ബ്രദർ നിക്കോള ഇവാനിച്ച് സ്റ്റോറി ടു ഹിസ് ഫ്രണ്ട്സ് ബോക്കിൻ ആൻഡ് അലിയോക്കിൻ. ഈ കഥ എന്ന് പറയുന്നത് ഗൂസ്ബറീസ് എന്ന കഥയിൽ നിക്കോളായ് ഇവാനിച്ചിനെ കുറിച്ച് തൻ്റെ എൽഡർ ബ്രദറായിട്ടുള്ള ഇവാൻ ഇവാനിച്ച് ബോർക്കിനോടും അലിയോക്കിനോടും കഥ പറയുന്നതാണ് ഇതിലെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത്. ഇവാൻ ഈസ് എ സിനിക്കൽ മാൻ, ഫോൾട്ട് ഫൈൻഡിങ്, മറ്റുള്ളവരിൽ ഫോൾട്ട് കണ്ടെത്തുന്ന സ്വഭാവക്കാരനാണ്. ഹു സീസ് ഹിസ് ബ്രദർ ആസ് ഡെല്യൂഷണൽ, ആരോഗൻ ആൻഡ് മിസ്ഗൈഡഡ്. തൻ്റെ സഹോദരൻ നിക്കോള ഇവാനിച്ചിൻ്റെ ജീവിതം ഒരു സാങ്കല്പിക ലോകത്താണ് അവൻ ജീവിക്കുന്നത്. അവനൊരു ധിക്കാര സ്വഭാവക്കാരനാണ്, അവന് മിസ്ഗൈഡഡ് ആണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിൻ്റെ ലക്ഷ്യം അറിയാത്ത വ്യക്തിയാണ് എന്നുള്ള രീതിയിലൊക്കെ വിമർശനാത്മകമായിട്ടാണ് ഇവാന് നിക്കോളയെ കാണുന്നത്. ഇവാൻ ഈസ് അണേബിൾ ടു ജഡ്ജ് ഹിസ് ബ്രദേഴ്സ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഹിസ് ബ്രദേഴ്സ് ഹാപ്പിനെസ് ബിക്കോസ് ഹി ഈസ് ടു നാരോ മൈൻഡഡ് ടു അണ്ടർസ്റ്റാൻഡ് എ ഡിഫറെൻറ്റ് വേ ഓഫ് ലൈഫ്. ഇവാന് തൻ്റെ ബ്രദറിൻ്റെ തീരുമാനങ്ങളെ ബ്രദറിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കി നിന്നുകൊണ്ട് അവന് സന്തോഷം നൽകുന്ന കാര്യങ്ങളല്ല അവൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു വ്യൂ പോയിന്റിൽ നോക്കി കൊണ്ട് അതിനെ അസസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഇവാൻ ഒരു നാരോ മൈൻഡഡ് ആയിട്ടുള്ള കുടുസായ മനസ്സിൻ്റെ ഉടമയാണ്. ടു അണ്ടർസ്റ്റാൻഡ് എ ഡിഫറെൻറ്റ് വേ ഓഫ് ലൈഫ്, വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതി മനസ്സിലാക്കുന്നതിൽ അവന് പരാജയപ്പെടുന്നു. ഇവാൻസ് ഇനബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് നിക്കോളായ് ലീഡ്സ് ഇവാൻ ടു ഗിവ് നിക്കോളായ് മണി ഇൻ ആൻ എഫേർട്ട് ടു ട്രൈ ടു ചേഞ്ച് ഹിസ് ലൈഫ് സ്റ്റൈൽ. ആ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടുകൊണ്ട് തന്നെ ഇവാന് നിക്കോളായ്ക്ക് ഇടക്ക് പണമൊക്കെ സഹായമായിട്ട് നൽകുന്നുണ്ട്. എന്തിന്? അവൻ്റെ ജീവിത രീതി ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അവൻ വല്ലാതെ പിശുക്ക് കാണിക്കുമ്പോൾ, പട്ടിണി കിടക്കുന്നത് കാണുമ്പോൾ ഇവാന് പണം കൊടുത്ത് സഹായിക്കുന്നുണ്ട്. ഹി സീംസ് ടു വാണ്ട് ടു കൺട്രോൾ വാട്ട് ഡസ് നോട്ട് മേക്ക് സെൻസ് ടു ഹിം. ഇവാനെ സംബന്ധിച്ചിടത്തോളം നിക്കോളായിൻ്റെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ അവൻ്റെ അപ്രോച്ച്, അവൻ്റെ ലക്ഷ്യം, അതിലൊന്നും ഒരു സെൻസും ഇല്ല. ഒരു അർത്ഥമില്ലാത്ത പരിപാടികളാണ് ഈ നിക്കോളായ് ചെയ്യുന്നത് എന്നുള്ള ചിന്താധികാരനാണ്. അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഹി ഹാസ് എൻ അപ്രൈറ്റ് സെൻസ് ഓഫ് ജസ്റ്റിസ്. എന്നാൽ അതേസമയം തന്നെ പലപ്പോഴും നീതിയുക്തമായി ചിന്തിക്കുന്നതും നമ്മൾ അവൻ്റെ സംസാരത്തിലും പ്രവർത്തനത്തിലൊക്കെ കാണുന്നുണ്ട്. ആൻഡ് ഈസ് സാഡൻഡ് ബൈ ദ വേ നിക്കോളായ് ട്രീറ്റ്സ് ദ എൽഡർലി വിഡോ ഹി മാരീസ്. ഇവാന് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. നിക്കോളായ് ഒരു പ്രായം ചെന്ന വിധവയെ വിവാഹം കഴിച്ചിട്ട് അവളെ ട്രീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ, ഫോർ ഹെർ മണി, അവളുടെ പണത്തിന് വേണ്ടിയിട്ടാണ് അവൾ വിവാഹം കഴിച്ചത്. എന്നിട്ട് അവളോടുള്ള ട്രീറ്റ്മെൻറ്റ് കാണുമ്പോഴും ഇവാന് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. ഹി ഡിഡൻറ്റ് എഗ്രി വിത്ത് ഹിസ് ബ്രദേഴ്സ് പ്ലാൻ. തൻ്റെ സഹോദരൻ്റെ പ്ലാനിനോട്, പദ്ധതിയോട് ഇവാന് തീരെ യോജിപ്പില്ല. ഈസ് ഇംപേഷ്യൻറ്റ് ഫോർ ചേഞ്ച് ദാറ്റ് വിൽ ബ്രിങ് അഡ്വാൻറ്റേജസ് ടു ദ അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് ഇംപവറിഷ്ഡ്. അവന് അക്ഷമനാണ് ഇവാന്. ഫോർ ചേഞ്ച്, മാറ്റങ്ങൾ വരണം. എന്തിനു വേണ്ടിയിട്ട്? പാവപ്പെട്ടവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവാൻ വേണ്ടി, അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ വരാത്തത് കാരണമുള്ള അസ്വസ്ഥത.
ഈസ് അപ്സെറ്റ് ദാറ്റ് ഹി ഹാസ് റിയലൈസ്ഡ് ദിസ് ടു ലേറ്റ്. വളരെ വൈകിയാണ് അവൻ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നത്. അതിൻ്റെ ഒരു സങ്കടം അവന് ഉണ്ട്. ബിക്കോസ് ഹി നൗ ഫീൽസ് ദാറ്റ് ഹീ ഈസ് ടു ഓൾഡ്. അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാനൊന്നും ഇപ്പോൾ അവന് കഴിയില്ല, കാരണം അവന് വയസ്സായി. ടു ജോയിൻ എ വർത്ത് വൈൽ ഫൈറ്റ് ഫോർ ഗുഡ് ഇൻ ദ വേൾഡ്. സമൂഹത്തിൽ, ലോകത്തിൽ നന്മ കൊണ്ടുവരാൻ, നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കാൻ ഇനി അവൻ്റെ പ്രായം അവനെ അനുവദിക്കുന്നില്ല. ഇനി നമുക്ക് രണ്ടുപേരുടെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ക്യാരക്ടർ സ്കെച്ചും കണ്ടു കഴിഞ്ഞു. അത് രണ്ടും കമ്പയർ ചെയ്യുന്നത് ഏകദേശം അത് കണക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ആൻസറായി മാറും. എന്നിരുന്നാലും ഒരു സാമ്പിൾ ആൻസർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് വായിച്ച് നോക്കാം. ഇതിൽ വാക്കുകൾ അർത്ഥം അറിയാൻ സാധ്യതയില്ലാത്ത ഭാഗമുണ്ടെങ്കിൽ വിശദീകരിച്ച് തരാം. ഇവാൻ ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ഗൂസ്ബെറീസ് ബൈ ആൻഡൺ ചെക്കോവ്. He is a veterinary surgeon who tells his friends Borkin and Alyoshin the story of his brother Nikolai. Nikolai is the younger brother of Ivan. He is a government servant. He is not able to reconcile with the city life. അവന് സിറ്റി ലൈഫിനോട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ നിക്കോളായിക്ക് കഴിയുന്നില്ല. He makes plans to buy an estate where he can grow gooseberries and he dreams of a peaceful life. ഒരു എസ്റ്റേറ്റ് വാങ്ങി ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ടൗൺ വിട്ടുള്ളൊരു പ്രദേശത്ത് താമസിക്കണം. അവിടെ ഗൂസ്ബെറി ബുഷ് വളർത്തണം. ഗൂസ്ബെറി അവൻ്റെ ഒരു ഒബ്സഷനാണ് നിക്കോളായിയുടെ. വളർത്തണം, അവിടെ ഒരു സമാധാനപൂർവ്വമായ ജീവിതം നയിക്കണമെന്നതൊക്കെയാണ് നിക്കോളായിൻ്റെ സ്വപ്നം. ഫോർ ദിസ് ഹി സ്ട്രഗിൾസ് ഹാർഡ് ആൻഡ് സേവ്സ് ആൾ ഹിസ് മണി. വളരെയധികം കഠിനാധ്വാനം ചെയ്ത് തൻ്റെ സമ്പാദ്യമെല്ലാം സേവ് ചെയ്ത് വെക്കുന്നു. ബോത്ത് ദ ബ്രദേഴ്സ് ആർ പ്രസൻറ്റഡ് ഇൻ ഗുഡ് കോൺട്രാസ്റ്റ്. ഇവാൻ ഈസ് നോട്ട് ഏബിൾ ടു ആക്സെപ്റ്റ് ഹിസ് ബ്രദേഴ്സ് ഡ്രീം. ടു ഹിം ഇറ്റ് ഈസ് എൻ എസ്കേപ്പ് ഫ്രം റിയാലിറ്റി. യാഥാർത്ഥ്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് നിക്കോളായി ഇവിടെ ശ്രമിക്കുന്നത് എന്നാണ് ഇവാനിൻ്റെ പക്ഷം. He believes that instead of retreating to the country estate, one should dedicate one's lives to good works. ഒരു ഗ്രാമാന്തരീക്ഷത്തിലേക്ക്, ഒരു എസ്റ്റേറ്റിലേക്ക് പിൻവലിയുന്നതിന് പകരം നല്ല വർക്കുകൾ ചെയ്ത് ആത്മാർത്ഥമായിട്ട് ഇപ്പം നിലവിലുള്ളിടത്ത് തന്നെ ജീവിക്കുകയാണ്, നല്ല സേവനങ്ങൾ ചെയ്തിട്ടൊക്കെ ജീവിക്കുകയാണ് വേണ്ടത്. നിക്കോളായി നേരെ തിരിച്ചാണ്. ചെക്കോവ് പ്രസൻസ് എ ക്ലാഷ് ബിറ്റ്വീൻ ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി. യാഥാർത്ഥ്യവും ഒരു സാങ്കല്പിക ലോകവും തമ്മിലുള്ള ക്ലാഷാണ് ഇവിടെ ആൻഡൺ ചെക്കോവ് ഈ രണ്ട് കഥാപാത്രങ്ങളുടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ത്രൂ നിക്കോളായി ആൻഡ് ഇവാൻ. ഇവാൻ ഈസ് ക്വൈറ്റ് പ്രാക്ടിക്കൽ ഇൻ ഹിസ് അപ്രോച്ച്. ഇവാൻ ഒരു പ്രാക്ടിക്കൽ മൈൻഡായിട്ടുള്ള വ്യക്തിയാണ്. ഹി ഹാസ് സോഷ്യൽ കോൺഷ്യസ്നെസ്. ഒരു സമൂഹ പ്രതിബദ്ധതയൊക്കെ പലപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. വേറാസ് ഹിസ് ബ്രദർ നിക്കോളായി ഡ്രീംസ് ഫോർ കംഫർട്ട് ആൻഡ് പേഴ്സണൽ ഹാപ്പിനെസ്. എന്നാൽ നിക്കോളായിക്ക് അങ്ങനെ സമൂഹ പ്രതിബദ്ധതയൊന്നുമില്ല. വ്യക്തി താല്പര്യങ്ങളും വ്യക്തി സന്തോഷങ്ങളും അതിനനുസരിച്ചുള്ള സുഖങ്ങളുമൊക്കെയാണ് അവൻ്റെ ആഗ്രഹം. While Ivan visits Nikolai's house after he has realized his dream, he finds him happy. എന്നാൽ നിക്കോളായി തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച ശേഷം നിക്കോളായിയെ ഇവാൻ സന്ദർശിക്കുമ്പോൾ നിക്കോളായി അവിടെ വളരെ സന്തുഷ്ടനാണ്. ദ ഗൂസ്ബെറീസ് ടേസ്റ്റ് ഹാർഡ് ആൻഡ് സോർ. യഥാർത്ഥത്തിൽ ഗൂസ്ബെറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് കയ്പാണ്. എന്നാലോ ടു ഇവാന് വേറാസ് ഇറ്റ് ഈസ് ഡെലീഷ്യസ് ടു നിക്കോളായി. എന്നാൽ അതേ സാധനം നിക്കോളായി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. അതാണ് കോൺട്രാസ്റ്റിംഗ്. To him, it is a symbol of gracious living in the countryside. നിക്കോളായിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ജീവിതത്തിൽ സന്തോഷം നൽകുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് ഗൂസ്ബെറീസ്. ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് നിക്കോളായി ഈസ് കംപ്ലീറ്റ്ലി സെൽഫ് സെൻറ്റേർഡ്. ഒരു വ്യക്തി താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആളാണ് ആര്? നിക്കോളായി. ആൻഡ് സിംബലൈസസ് ദ വോയിഡ് ബൂർഷ്വാസി എക്സിസ്റ്റൻസ്. ഒരു ബൂർഷ്വാ ലൈഫിനെയാണ് അവൻ പ്രതിനിധാനം ചെയ്യുന്നത്. അന്നത്തെ പല ക്ലാസ്സുകളായിട്ടുള്ള സമൂഹത്തെ തരംതിരിച്ചിരുന്നതിൽ അന്നത്തെ ഒരു വിഭാഗമായിരുന്നു ബൂർഷ്വാ ക്ലാസ്, വർക്കിംഗ് ക്ലാസ്, സ്ലേവ്സ് എന്നൊക്കെ പറയുന്നത്. Thus in the story we find Ivan a man of upright sense of justice and who believes and lives in reality, and Ivan's brother Nikolai an arrogant, selfish and miserly who dreams of happy and quiet life. ഇനി ഇതിൽ അലിയോക്കിൻ എന്ന് പറയുന്നത് നമുക്കറിയാം. കഥയുടെ തുടക്കത്തിൽ ഇവാനിച്ചും ഒക്കിനും കൂടി പാടത്തുകൂടി നടന്നു പോകുമ്പോൾ മഴ പെയ്യുന്നതും ഓടിച്ചെന്ന് കയറുന്ന അലിയോക്കിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അലിയോക്കിനെ കുറിച്ചിട്ടും ആണെങ്കിൽ ജസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക, നമുക്ക് ഒരു കഠിനാധ്വാനിയായ ഒരു വ്യക്തിയാണ്. അത്തരത്തിലൊരു ജീവിത സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത്ര പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ല അലിയോക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അലിയോക്കിൻ ഈസ് എ സക്സസ്ഫുൾ ഫാർമർ ഹു റൺസ് എ മിൽ. ഹി ഓൺസ് എ ലാർജ് പ്ലെയിൻ ഹൗസ് വെയർ ഹി എംപ്ലോയ്സ് അറ്റ്ലീസ്റ്റ് വൺ സെർവൻറ്റ്. അലിയോക്കിൻ എന്ന് പറയുന്നത് കർഷകരുടെ ഇടയിലെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കർഷകനാണ്. അവൻ സ്വന്തമായിട്ടൊരു മില്ലുണ്ട്, അതിൻ്റെ അടുത്തൊരു മിൽ പോണ്ടുണ്ട്. നേരത്തെ നമ്മളെ നിക്കോളായി സ്വപ്നം കണ്ട ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. ഹി ഓൺസ് എ ലാർജ് പ്ലെയിൻ ഹൗസ്. ഒരു വലിയ വീട് സ്വന്തമായിട്ടുണ്ട്. അവിടെ ഒരു സെർവൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അലിയോക്കിൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ടോൾ, സ്റ്റൗട്ട്, ലോങ് ഹെയർഡ് ആൻഡ് അറൗണ്ട് 40 years old. ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന നീളൻ മുടിക്കുടമയായ
തടിച്ചു കൊഴുത്ത ശരീരപ്രകൃതക്കാരനായ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു വ്യക്തിയാണ് അലിയോക്കിൻ എന്ന് പറയുന്നത്. വെൻ ഹിസ് ഫ്രണ്ട്സ് ഇവാൻ ആൻഡ് ബോക്കിൻ അറൈവ് അൺഅനൗൺസ്ഡ് ഹി വെൽക്കംസ് ദം ഗ്ലാഡ്ലി. അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇവാനും ബോർക്കിനും അവിടെ വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരെ സ്വീകരിക്കുന്നത്. ആൻഡ് സ്റ്റോപ്സ് വർക്കിംഗ്. അവൻ ജോലി സ്ഥലത്ത് നിന്ന് ജോലിയൊക്കെ നിർത്തി വന്നു. ഫോർ ദ ഡേ ടു പ്രോപ്പർലി ഹോസ്റ്റ് ഹിസ് ഗസ്റ്റ്. തൻ്റെ അതിഥികളെ അവർക്ക് അർഹമായ രീതിയിൽ അവരെ ഹോസ്റ്റ് ചെയ്യാൻ, സൽക്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് ജോലി നിർത്തി വന്നു. അത്തരത്തിലൊരു നല്ല പ്രകൃതക്കാരനായിട്ടുള്ളൊരു കഥാപാത്രമായിട്ടാണ് അലിയോക്കിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന കഥയിലെ ഗ്രെറ്റ എന്ന കഥാപാത്രത്തെയും ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന പോയത്തിൽ നിന്നുള്ള കഥാപാത്രമായിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്ത്, അദ്ദേഹത്തിൻ്റെ ഹീറോയിസത്തിന് അദ്ദേഹത്തിൻ്റെ പേര് എന്നും മുഴങ്ങി കേൾക്കുന്നതാണ്, എന്നും ഓർത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡോടുകൂടി പരിചയപ്പെടുത്താം. താങ്ക്